വടനപ്പള്ളി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് 75 വയസ്സ് പൂർത്തിയായ റിട്ടയർഡ് അധ്യാപകർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ P.A. പീതാംബരൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ജില്ലാ ജഡ്ജി V.S. വിദ്യാധരൻ, ശ്രീകൃഷ്ണ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P.S. നിഷ, A.G. ഗോപിക നന്ദന, ഡോക്ടർ ഹുസൈൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ജനപ്രതിനിധികളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. CP രാജേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ N.K. സുരേഷ് കുമാർ, ഹെഡ്മിസ്ട്രസ് CB നിഷ, HSS പ്രിൻസിപ്പാൾ KV റോഷ്നി, PTA പ്രസിഡന്റ് AT ഷബീർ അലി, സജീവൻ തോട്ടപ്പറമ്പത്ത്, KN വിമല, TR ശശികല, PK ബദറുദ്ദീൻ തുടങ്ങി വിവിധ ബാച്ചുകളിലെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ മുതൽ കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ജനപ്രതിനിധികളായവർ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലുള്ളവർ, സ്കൂളിലെ വിരമിച്ച അധ്യാപകർ, നിലവിലുള്ള അധ്യാപകർ എന്നിങ്ങനെ 500ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും 10 വയസ്സ് കുറയും എന്ന് മാത്രമല്ല, ജനാർദ്ദനം മാഷെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ ഏജ് റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിനൻ ഉണ്ട്. നിങ്ങൾക്ക് 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ജപ്പാനിലെ ഒരു ഡോക്ടർക്ക് 2012 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വിഷയമാണ്. അതിൽ എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യം ജനാർദ്ദനം മാഷെ കാണുമ്പോഴാണ്. ഏജ് റിവേഴ്സൽ സാധ്യമാണെന്ന് മാഷ് തെളിയിച്ചു കഴിഞ്ഞു. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് വേദിയിലുള്ളവരെയും സദസ്സിലുള്ളവരെയും നേരിട്ട് പരിചയമില്ല. ആകെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച എൻ്റെ സതീർത്ഥൻ CK പ്രേമൻ, ഞങ്ങൾ ഒന്നിച്ച് കോളേജിലും പഠിച്ചതാണ്. യെസ്, ഹി ഈസ് പ്രസൻറ്റ്. മറ്റുള്ളവരെ ആരെയും എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല, സോറി. പക്ഷേ എന്നെ പഠിപ്പിച്ച അധ്യാപകരായ പാർത്ഥസാരഥി മാഷയും ശിവശങ്കരൻ മാഷയും കുഞ്ചപ്പൻ മാഷയും ഇട്ടിക്കുരു മാഷ്, ധർമ്മപാലൻ മാഷ്, മാത്സ് പഠിപ്പിച്ച ഒരുപാട് മാഷന്മാർ